എറണാകുളത്തെ CPI-യിൽ വലിയ പൊട്ടിത്തെറിയും കടുത്ത വിഭാഗീയതയുമെന്ന് പാർട്ടിയുടെ കണ്ടെത്തൽ. പി രാജു വിവാദത്തിലെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ നിരീക്ഷണം. രാജുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ ജില്ലയിലെ 7 നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി ശരിവെച്ചു. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. എറണാകുളത്തെ CPI-യിൽ വലിയ പൊട്ടിത്തെറിയും കടുത്ത വിഭാഗീയതയുമെന്നാണ് നിലവിൽ പാർട്ടിയുടെ കണ്ടെത്തൽ. പി രാജു വിവാദത്തിലെ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂറിലേക്ക്. അരുൺ, പറയൂ. തീർച്ചയായും എറണാകുളത്തെ CPIയെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ഒരു കോളിളക്കം പാർട്ടിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പി രാജുവിൻ്റെ മരണം. അതായത് CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പി രാജു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായ കോളിളക്കങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത് പാർട്ടി അദ്ദേഹത്തെ കൃത്യമായി വേട്ടയാടി എന്ന് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുകയും അത് വലിയ കലഹത്തിലേക്ക്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാനായി പാർട്ടി 3 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. ഈ കമ്മീഷൻ്റെ ഒരു കണ്ടെത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഈ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ഒരു ഗൂഢമായ ശ്രമങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. 7 പേരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ പേരുകൾ സഹിതം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുകയും അതോടൊപ്പം തന്നെ പാർട്ടി പിടിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളും ഇവർ നടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ കർശനമായ ഒരു നടപടി വേണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയതെന്നാണ് CPI ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള ഒരു നടപടിയിലേക്ക് ഇനി പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ പോകുന്നത്. CPIയെ സംബന്ധിച്ചോളം ഇപ്പോൾ സമ്മേളന കാലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നടപടി എടുത്താൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് സമ്മേളന കാലാവധിക്ക് ശേഷം ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 7 പേർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ആ പാർട്ടി നേതൃത്വം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിന് തിരികൊളുത്തുകയാണ് ഈ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഈ 2 പക്ഷമായി തിരിഞ്ഞുകൊണ്ട്, 2 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് കാനം ഇസ്മയിൽ പക്ഷം എന്ന രീതിയിൽ തന്നെ വീണ്ടും ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു കലഹത്തിലേക്ക്, നീരസനത്തിലേക്ക്, അതൃപ്തിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി കരുതലോടെ തന്നെയാണ് ഇതിലെ CPI ജില്ലാ നേതൃത്വം കാണുന്നത്. എന്തായാലും പാർട്ടിയിൽ വലിയ കോളിളക്കവും വലിയ വിവാദവും ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. രോഹിണി.